Hello? Hello, Papa. Can you hear me? Hello? Hey, how are you? Papa, idhar Yeah, race yeah. nahi mil raha hai. I'm here only. Yeah. My home. Hello? Phone मत रखिए. Not getting. Can you hear me? Yeah. Oh, it's अरे so मुझे boring कुछ भी नहीं sometimes सुन here रहा है. without you all. Hello? Oh, yeah. അതാണ് മൊബൈൽ ഫോണിന്റെ റേഞ്ച് മൂല. ഈ മൊബൈൽ ഫോണിന്റെ റേഡിയോ സ്റ്റേഷനെ ശബ്ദം ഇവിടെ നിന്ന് പിടിച്ചാൽ അങ്ങോട്ട് വിടുകയല്ലേ? നിന്റെ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് വേണം അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കാം. അവിടെ നിന്ന് അങ്ങനെ വിളിക്കണ്ട, ഒരു കസാലായിട്ട് ഇരുന്ന് അങ്ങോട്ട് വിളിച്ചോളൂ. 4 നേരം ഉണ്ണാളെ അങ്ങോട്ട് എത്തിച്ചേരാം. ആ തുണിയിലൊക്കെ കൊടുക്കുന്നല്ലേ റേഞ്ച് അന്വേഷിച്ച് എടുക്കുക പൈസ കാലത്ത്. ബാബാ നമുക്ക് പുല്ലിന്റെ റേഞ്ച് നോക്കാം. സുഖചികിത്സ കഴിഞ്ഞപ്പോ നമ്മുടെ കുട്ടിശങ്കരനൊന്ന് കുട്ടപ്പനായി എല്ലാരായപ്പാ. കൂട്ടത്തിൽ ഗോവിന്ദനാശാനും വാഴ നനയുമ്പോ ചീരയും കൂടി നനയുന്ന നാട്ടു നടപ്പ്. ഉത്രാളിക്കാവിലെ പൂരം കഴിഞ്ഞ പേരാമ്പ്ര ഉത്സവം, ഇതിന്റെ ഇടയിൽ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. തിരൂരൊരു പാലുദ്ഘാടനം മന്ത്രി തന്നെ ഞാൻ ഏറ്റിട്ടുണ്ട്. പിന്നൊരു സിനിമ ഷൂട്ടിംഗ്, അതൊരു ദിവസം മതി. പക്ഷെ കോലോത്തറിയരുത്. പൂരത്തിന് മാത്രം കൊണ്ടുപോയാൽ മതി എന്നാ പറഞ്ഞേ. ആന പറഞ്ഞ അതല്ലേ പതിവ്. ആ പതിവ് അങ്ങനെ എത്തിക്ക. 10 ചില്ലുവാനം തടയും. കേട്ട നീ? കേട്ടു. ആര്? കുട്ടിശങ്കരനാ? അല്ല, ശങ്കരകുട്ടിയാര്. ഗോവിന്ദ, എത്രയാടാ അതിന്റെ നീളം? എന്തേ ഈ നീളം പോരെ? പോരാ, താഴേക്ക് എത്രയുണ്ട്? അയ്യേ, അതൊക്കെ നിന്നെ അറിയണേ? അതല്ലടാ, ഇത്രയും തന്നെ ഭൂമിക്കടിയിലേക്കുണ്ടല്ലോ, അതെത്രയാണെന്നാ ചോദിച്ചേ. നിന്റെ കളി ഞാൻ പൊളിക്കും. കഴിഞ്ഞ തവണ കുട്ടിശങ്കരന്റെ സുഖചികിത്സയുടെ പേരിൽ ശങ്കരൻകുട്ടിയാര് വെട്ടിച്ച കണക്ക് ഗോവിന്ദന്റെ കയ്യിലുണ്ട്. അത് കൃഷ്ണന്റെ മുമ്പിലിട്ട് ഞാനും പൊട്ടിക്കും. പൊട്ടുമ്പോ ഒന്നായിട്ട് പൊട്ടും, വെട്ടിക്കെട്ട് പൊട്ടുമ്പോ. അങ്ങനെ നടക്കാനേ കുട്ടിശങ്കരനോടോ പറഞ്ഞു നടക്കാൻ. ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് കരുതി നടന്നോ? ചികിത്സ കഴിഞ്ഞ് കുട്ടിശങ്കരൻ ഐശ്വര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ അവന് വഴിച്ചെലവിനുള്ളത്. വഴിച്ചെലവ് കുട്ടിശങ്കരനല്ല, ഗോവിന്ദനാ. ആനയുടെ കാര്യം പറയുമ്പോ പാപ്പാനും പെടുവതിനകത്തേ. ഗൗരിയെ, ആ കണക്കെഴുതുന്ന പുസ്തകങ്ങൾ എടുത്തോളൂ. ആനക്ക് എന്താ ചെലവ്? പെട്രോൾ അടിക്കാനോ? ഇത് അയാൾക്ക് ഡീസൽ അടിക്കാനാ. ചേട്ടാ, ഞങ്ങളൊന്ന് എറണാകുളം വരെ പോവാ. കണ്ണ് തെറ്റിയാ കഴിഞ്ഞു ഹോട്ടൽ ബിസിനസിന്റെ കഥ. ഇറങ്ങട്ടമ്മേ, വൈകുന്നേരം ഇവിടെ തന്നെ കാണില്ലേ? അല്ല, വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അപ്പൊ ഇതുവരെ സംസാരിച്ചൊന്നും കാര്യമായിട്ടില്ല. ആ പിന്നെ ഇവിടെ തന്നെ കാണില്ലെന്ന് ചോദിച്ചോണ്ട് പറയാ. ഇവിടുന്ന് എണീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇരുന്നു വരും. കുഴപ്പമില്ലല്ലോ. പട്ടാമ്പിയില് നോട്ടത്തില് നാളികോരും പാറിച്ച. അതെന്താ കണക്ക് പുസ്തകത്തിലെ ഫലിത ബന്ധുക്കളോ വായിച്ചു ചിരിക്കാൻ? നോക്കട്ടെ. പട്ടാമ്പിയിൽ നോട്ടത്തിൽ നാളികോരം പാറിച്ച വകയിൽ 17,825 രൂപ 50 പൈസ. അമ്മേ, മണ്ണിശ്ശേരിയിൽ ചേര കടിച്ച വായിൽ. എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും വായിക്കേണ്ട അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? മണ്ണിശ്ശേരിയിൽ ചേന കിളച്ച വകയിൽ. അപ്പൊ ഇതോ പട്ടാമ്പിയിൽ നോട്ടത്തില്. പട്ടാമ്പിയിൽ തോട്ടത്തിൽ നാളികേരം പറിച്ച വകയിൽ. എന്താ തെറ്റ്? ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ അക്ഷരത്തിലുണ്ടാവും, അക്കത്തിലുണ്ടാവൂല. നോക്കാലോ. എന്നെ പോലെ തന്നെ സ്ലേറ്റും പുസ്തകവും ഉടുപ്പും കൊടയൊക്കെ വാങ്ങി അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കിയതാ മൂപ്പര്. മഴ അങ്ങോട്ട് പെയ്തതും തുടങ്ങിയില്ലേ, എൻചമ്മേ കാണണം ഇല്ലേ? ഇടിവെട്ടും മഴയും വരുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്കാവൂലെന്ന് പറഞ്ഞ അത്രേ കരച്ചില്. 2-3 ക്ലാസ് എങ്ങനെയോ ഒപ്പിച്ചു. കരഞ്ഞൊരു അപസ്മാരം പോലെ ആയപ്പോ അച്ഛൻ തന്നെ പറഞ്ഞു, ഇനി എന്റെ കൃഷ്ണ സ്കൂളിൽ പോകണ്ടെന്ന്. പകരം ഞാൻ ട്യൂഷൻ മാഷായി. വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അവൻ ആവശ്യമുള്ളത് പഠിക്കും, അല്ലാത്തൊന്നും വേണ്ട. പകരം എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ? അടുക്കളപ്പണി, സാക്ഷാൽ കുക്കിംഗ്. ഇവളുടെ അമ്മ മരിച്ച ശേഷം ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇവന്റെ ക്ലാസ്സുകളാ സഹായിച്ചു. ഇപ്പൊ ഇത് വലിയ കുറച്ചിലായിട്ടൊന്നും തോന്നുന്നില്ല. പഠിച്ചിരുന്നെങ്കിൽ ഞാനും പോകേണ്ടി വന്നേനെ ഉദ്യോഗം എന്ന് പറഞ്ഞ് കണ്ടു. അങ്ങനെ പോകണമായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ ആരാ? അമ്മനെ നോക്കാൻ ആരാ? കിണ്ട അമ്മനെ നോക്കാൻ ഇക്കണ്ട പഠിപ്പൊക്കെ തന്നെ ധാരാളാ. കണ്ടില്ലേ, അതാണ് കൃഷ്ണൻ. എന്ത് നല്ല മുടിയാ, ശ്രദ്ധിക്കാഞ്ഞിട്ടാ ഇങ്ങനെ. ശ്രദ്ധിച്ചിരുന്നു ഒരു കാലത്ത്. ഒറ്റക്കുയിൽ പാട്ടെന്നുള്ള പുസ്തകം ഈ കൊളക്കടവിലിരുന്ന് എഴുതിയത് ആര് പറഞ്ഞു? ആരായിരിക്കും? എനിക്കറിയോ? അറിയൊക്കെ ചെയ്യും, പറയാഞ്ഞിട്ടാ. ആരാ പറഞ്ഞത്? കൃഷ്ണേട്ടൻ. ചെമ്പകച്ചോട്ടിലിരുന്ന് ഒറ്റയ്ക്ക് വർത്താനം പറയൂത്രേ മാളുവച്ചി. അതാരാ പറഞ്ഞത്?
അതും കൃഷ്ണേട്ടൻ തന്നെയാ, അല്ലാണ്ടാരാ? സത്യായിട്ടും പ്രേമായിരുന്നു അല്ലേ ചേച്ചിക്ക്? ഓ, അവിടെ തുടങ്ങിയിട്ടുണ്ട് മൂപ്പര്. ബൈക്കിളെ പട്ടിയാക്കല്ലോ അവള്. നീ എന്തെടുക്ക അവിടെ? കോവിലകം നിൽക്കുന്ന ഈ സ്ഥലം മാത്രം 12 ഏക്കറിലധികം വരും. കോവിലകത്തിന്റെ മതിപ്പ് വില വേറെ. മണ്ണുശ്ശേരിയിലെ തെങ്ങിൻതോപ്പ് നാളികേരം കിട്ടുന്നത് 17 ഏക്കർ. അല്ലാത്ത മറ്റു കൃഷിയുള്ളതും ഇല്ലാത്തതുമായ സ്ഥലം ഒരു 11 ഏക്കർ. വനഭൂമി എന്ന് പറഞ്ഞ നമ്മളെ നട്ടം തിരിച്ച് കേസ് നടത്തി കിട്ടിയ 57 ഏക്കർ സ്ഥലത്ത് പ്രായമൊത്ത തേക്കും മറ്റു മരങ്ങളും അനവധി കിടക്കുക. കൂട്ടുസ്വത്താവുമ്പോ ഒരു പരിധി വരെയൊക്കെ ഒത്തൊരുമിച്ച് പോവാം. പിന്നെ ഓരോരുത്തർക്കും അവനവന്റെ പ്രശ്നങ്ങൾ തീർക്കണ്ടേ? ഇപ്പൊ തന്നെ ശേഖരം ചെറിച്ച് നമ്മുടെ ഞാൻ ഇത്തിരി കഷ്ടത്തിൽ തന്നെയാ. രുക്മിണിയുടെ 8-9 കൊല്ലത്തെ ചികിത്സയും മരണവും, അത് കഴിഞ്ഞ് മൂത്തോള് രേണുകയുടെ ഭർത്താവിന്റെ അപകട മരണം. ആ 2 മക്കളും എന്റെ ചുമലിലായി. ഇളയുള്ള മെഡിസിന് ചേരാനുള്ള പണം, പഠിക്കാനുള്ള ചെലവ്, എന്തെങ്കിലും കിട്ടാനുള്ളത് കൈ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്നും നടുനോർത്തായിരുന്നു. ഞങ്ങളും പറയുന്നില്ലാന്നേ ഉള്ളൂ. ഈശ്വരമംഗലത്തെ അനിയൻ വർമ്മ എന്ന സ്ഥാനപ്പേരും വാടക വീട്ടിൽ താമസവും, അതും ബാംഗ്ലൂര്. കാശിന് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ പൊളിക്കാൻ എളുപ്പമാണ്. ഇനി ഇതൊന്നും നമ്മളായിട്ടുണ്ടാക്കാൻ പോണില്ല. ഒരു കാലഘട്ടത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ജീവിക്കുന്ന അടയാളങ്ങളാണ് ഇതൊക്കെ. ഒരു ചരിത്ര സ്മാരകം പോലെ. ഇയാളെന്ത് വർത്തമാനായി പറയണത്? എന്റെ മഹേന്ദ്രൻ പരമോനെ, അതൊക്കെ പുറത്ത് നിൽക്കുന്നവർക്ക് പറയാൻ കൊള്ളാം. നിങ്ങൾ പ്രവർത്തനമാർക്ക് കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്യാം. ചരിത്ര സ്മാരകം കുന്തം കുറച്ചക്കറന്നൊക്കെ ശരിയാണ്. ഞാൻ പുറത്തുനിന്നുള്ള ആളാ. വിറ്റ് ഞങ്ങളുടെ വീതം കയ്യിൽ തന്നാ കൊണ്ടുപോയി പുട്ടടിക്കാന്നല്ലാണ്ട് എനിക്കെന്താ? മഹി അളിയൻ കാര്യങ്ങൾ അങ്ങനെ കാണരുത്. മഹി പറഞ്ഞത് ശരി, പക്ഷെ ജനാർദ്ദനൻ അളിയനും സുധിയും പറഞ്ഞതാ ആദ്യത്തെ ശരി. അതായത് എറണാകുളം നഗരത്തിന്റെ ഏറ്റവും കണ്ണായ സ്ഥലത്ത്, കായൽ തീരത്ത് ഈ ഈശ്വരമംഗലം ഇതുപോലെ എടുത്തു കൊണ്ടുവച്ചു എന്ന് തോന്നത്തക്ക വിധം കേടുവരാതെ പൊളിച്ചെടുത്ത് പണിയുന്നു. ഒരു ഹെറിറ്റേജ് ഹോട്ടൽ. നമ്മുടെ എല്ലാവരുടെയും പാർട്ണർഷിപ്പിലാണ് ഉദ്ദേശം. ഇനി താല്പര്യമില്ലാത്തവർക്ക് വിധം വാങ്ങി ഒഴിയാം. സുധിയുടെ അച്ഛന്റെ സഹോദരങ്ങൾ ഇവരൊക്കെ പല വഴിക്കും പോയപ്പോഴും അദ്ദേഹം കൃഷി ചെയ്തും നോക്കിക്കൊണ്ട് നടന്നു ആണല്ലോ ഈ കോവിലകവും സ്വത്തുക്കളും ഒക്കെ ഈ നിലയിൽ എത്തിച്ചത്. തന്നെയല്ല, സുധിയുടെ അമ്മയുടെ ഒരു ആയുസ് മുഴുവൻ ഇവിടെയാണ്. പെട്ടെന്ന് ഇതൊക്കെ അവർക്ക് ഇയാള് പിന്നെ കുത്തത്തിൽ പോടുങ്ങാണോ? കണ്ണോണ്ട് മാത്രം കാര്യങ്ങൾ കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നും. ആ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോളൂ. ഏത് തീരുമാനത്തിനും എന്റെ ഭാര്യയും ഞാനും എതിരല്ല. മഹിളിയാ ഇരിക്കേ. വേണ്ടെന്നേ, തീരുമാനിച്ചോളൂ. അഭിപ്രായ വ്യത്യാസമൊക്കെ ഏത് കാര്യത്തിലും ഉണ്ടാവും. അതൊക്കെ അതിന്റെ വഴിക്ക്, നമ്മൾ നമ്മുടെ വഴിക്ക്, അല്ലേ ചേട്ടാ? പണ്ട് അമ്പാടിയിലെ കൃഷ്ണനോട് പൈക്കൾക്കൊക്കെ വലിയ ബഹുമാനമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളെന്താ മക്കളെ ഈ കൃഷ്ണനോട് ഇങ്ങനെ? ഒന്ന് ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കില്ലാലോ? പക്ഷികളോടും മൃഗങ്ങളോടും മരങ്ങളോടൊക്കെ വർത്തമാനം പറയുമ്പോ മറുപടി കിട്ടാറുണ്ടോ? പിന്നെ സകല ജന്തുമിത്രാദികളും എന്നോട് വർത്തമാനം പറയും, ഞാൻ അങ്ങോട്ടും. ഇല്ലേ മക്കളെ? കേട്ടില്ലേ? അല്ല, ഉറങ്ങാറായില്ലേ? ഇല്ല. കേട്ടില്ലേ? ഉറങ്ങാറായി എന്ന് പറയാ. പഴയ ആ നിലാവും കാറ്റിന്റെ ചൂളം വിളിയും ചീവിടുകളുടെ പാട്ടും ഒക്കെ എപ്പോഴും പഴയ പോലെ തന്നെ അല്ലേ കൃഷ്ണേട്ടാ? ഒരു കഥ ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നടക്കണ്ടോ മനസ്സില്? ഇവിടെ വന്നപ്പോ പണ്ടെന്നോ എഴുതാൻ ബാക്കി വെച്ചത് വീണ്ടും എഴുതണമെന്ന് തോന്നുക. പിന്നെ വേണ്ടേ, പേനയും കടലാസും എടുത്താലേ മാളു മാളവിയാവുള്ളൂ. എഴുതണ മാളുവിനെ ഇഷ്ടം. ഒരു നോവലാ. ആദ്യമേ തന്നെ പേരിട്ടു, എന്റെ മുറ്റത്തെ നല്ല മരം. എന്റെ മുറ്റത്തെ നന്മ മരം. നല്ലതിനല്ലേ നന്മ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അങ്ങനെയും വായിക്കാം. പക്ഷെ നമ്മുടെ മുറ്റത്ത് ഏതാ ആ നന്മ മരം? ഇതാ ഇതാ എന്റെ മുറ്റത്തെ നന്മ മരം. തനിക്ക് കിട്ടിയൊന്നും മതിയായില്ലേ? പഴയ ചുറ്റിക്കളി പുതുക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? രണ്ടും കൂടെ വേണ്ടാത്ത പറയരുത്. പറഞ്ഞുകൂടാ, കാണിക്കാം. നിനക്കും അവൾക്കും അല്ലേ? അവളോ? നിന്റെ അച്ഛന്റെ ഏട്ടന്റെ മോളാ മാളു, നിന്റെ ഏടത്തി. ഓ, ഏടത്തിയാണോ?
അവൾ എഴുതിയതൊക്കെ വായിച്ചാൽ വിളിക്കേണ്ട പേര് തേവിട് ചെയ്യുന്നു. എന്താ വേണ്ടാന്ന് വെച്ചിട്ട് ഒടുക്കം നീ ചോദിച്ചു വാങ്ങി. ഈശ്വരമംഗലത്തെ ചോരയാണെന്ന് കണ്ടിട്ടാ അന്ന് ഞാൻ ക്ഷമിച്ചത്. പോയി മോന്ത ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിക്കോ. വീട്ടുജോലിക്കാരന്റെ എച്ചിൽ പാത്രം കഴുകുന്ന കൈകൊണ്ടാ തമ്പരാൻകുട്ടിക്ക് മോന്തയ്ക്ക് കിട്ടിയത്. ആരോടും പറയണ്ട, പോയി കിടന്നോ.